നമസ്കാരം, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ലഞ്ച് ബോക്സിനൊക്കെ പറ്റിയ ഒരു റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് നവരത്തൻ പുലാവാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നത്. നമുക്കൊരു കുക്കറിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ആദ്യമേ തന്നെ അതിലേക്ക് നമുക്കൊരു ബേ ലീഫ്, 2 ഏലക്കായ, 2 ഗ്രാമ്പു, ഒരു പട്ടയുടെ ഒരു ചെറിയ കഷ്ണം, പിന്നെ 1/4 ടീസ്പൂൺ ജീരകം, ഒരു 8-10 കുരുമുളക്, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് നല്ലപോലെ നല്ല മണം വരുന്നൊരു വഴറ്റാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഇഞ്ചി ചെറുതായി മുറിച്ചതും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വെളുത്തുള്ളി ചേർക്കുന്നവരാണെങ്കിൽ വെളുത്തുള്ളിയും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ പച്ചമുളക് 1-2 നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ പച്ചക്കറികൾ ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, പട്ടാണി, ബീൻസ്, കോൺ, ഇതാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇനി ക്യാപ്സിക്കവും കൂടെ ചേർക്കുന്നുണ്ട്. ഞാനിതിൽ സവാളയൊന്നും തന്നെ ചേർക്കുന്നില്ല, വെളുത്തുള്ളിയും. പിന്നെ നമുക്ക് ബാസ്മതി റൈസ് ഒരു 20 മിനിറ്റ് ഞാൻ കുതിർത്ത് വെച്ചതാണ്, 1 കപ്പ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊരു ചെറിയൊരു കപ്പിൻ്റെ അളവാണ് ഞാൻ ഇത് പറയുന്നത്, അതായത് 2 പേർക്ക് കഴിക്കാനുള്ളത്. അപ്പോൾ അതിലേക്ക് ഒരു ക്യാപ്സിക്കവും കൂടെ, ഒരു പകുതി ക്യാപ്സിക്കം മുറിച്ചിട്ട് അതും കൂടെ ചേർത്ത് നല്ലപോലെ എല്ലാം കൂടെ 2-3 മിനിറ്റ് നേരം വഴറ്റിയെടുക്കാം. പിന്നെ അതിലേക്ക് നമുക്ക് 1 കപ്പിന് 2 കപ്പാണ് ഞാൻ സാധാരണയായിട്ട് വെള്ളം ഒഴിക്കാറ്. എന്നിട്ട് ഞാൻ ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കും. അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. ഓരോ അരിയുടെ ഇതിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരും. പിന്നെ അതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് പാലിൽ ഞാൻ കുറച്ച് കുങ്കുമപ്പൂ ചേർത്ത് വെച്ചിട്ടുണ്ട്, അതും അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1.5 കപ്പ് വെള്ളവും 1/2 കപ്പ് പാലും. അപ്പോൾ നിങ്ങൾക്ക് കുങ്കുമപ്പൂ വേണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ ഒഴിവാക്കാവുന്നതാണ്. അപ്പോൾ ഇതും ചേർത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ഞാൻ ഇതിൽ ചേർത്തിട്ടുണ്ട്. ഇത് ചേർത്തിട്ട് നമുക്കത് കുക്കറിൽ അടച്ച് വെച്ചിട്ട് 2 വിസിലിലാണ് ഞാൻ വേവിക്കുന്നത്, ഹൈ ഫ്ലെയിമിൽ. അപ്പോൾ ഇനി നമുക്ക് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യോ എണ്ണയോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അത് ചേർത്തിട്ട് നമുക്കതിലേക്ക് കാഷ്യൂനട്ടും ബാദാമും ആദ്യം ചേർത്ത് കൊടുത്ത് അതൊന്ന് വറുത്തെടുക്കണം. പിന്നെ അതിലേക്ക് വാൾനട്ട്, പിന്നെ മുന്തിരി, പിന്നെ ഡേറ്റ്സ്, അതും കൂടെ നമുക്ക് ചേർത്തിട്ട് നല്ലപോലെ എല്ലാം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം, ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാനിതിലേക്ക് 1 ഡേറ്റ്സാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ കുറച്ച് ഡ്രൈ ഗ്രേപ്സും കൂടെ ചേർത്തിട്ടുണ്ട്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തന്നെ ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നല്ലപോലെ ഗോൾഡൻ കളറായി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പനീറും കൂടെ ചേർത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പനീർ ഉടഞ്ഞു പോവാതെ ഒന്നൊരു കളർന്ന് മാറി വരുന്നത് വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ 50 ഗ്രാം പനീറോ വല്ലതും ചേർത്ത് കൊടുത്താൽ മതി, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്. അപ്പോൾ ഞാനിതിലിപ്പോൾ ചെറിയ കപ്പായതുകൊണ്ട് ഞാനിപ്പോൾ 25 ഗ്രാം പനീറാണ് ഇതിൽ ചേർത്തത്. അപ്പോൾ അത് ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഫ്രൈ ചെയ്തെടുക്കണം, ഒന്ന് കളറൊക്കെ മാറുന്നത് വരെ. ഒരുപാട് ഫ്രൈ ചെയ്താൽ പനീർ ഹാർഡായി പോവും. അതുകൊണ്ട് കുറച്ച് നേരം ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. നമുക്കതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ലഞ്ച് ബോക്സിനൊക്കെ നമുക്ക് കൊടുത്തയക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നമുക്ക് ഈ പുലാവ് റെഡിയായി. ഇനി അതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബാക്കി ചേരുവകളും കൂടെ അതിലേക്ക് ചേർത്തിട്ട് ഒന്ന് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചാൽ നമ്മുടെ നല്ല രുചിയുള്ള നവരത്തൻ പുലാവ് റെഡിയായി. ഇത് വളരെ പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും തീർച്ചയായും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം.